കോഴിക്കോട് MP MK രാഘവൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ MK രാഘവൻ, ശിരൂരിൽ ഇപ്പോൾ പരിശോധനകൾ എങ്ങനെയാണ് നടക്കുന്നത്? ഇനിയുള്ള നീക്കം എന്താണ്? ഇടയ്ക്ക് നല്ല കനത്ത മഴയുണ്ടായിരുന്നു, കാറ്റുണ്ടായിരുന്നു, അതിൻ്റെ ഒരു തടസ്സമുണ്ടായിരുന്നു. ഇപ്പം അല്പം കാലാവസ്ഥ അനുകൂലമായി. പുഴയിൽ നേവൽ ടീം ഇറങ്ങിക്കഴിഞ്ഞു. ഇനി ഇവിടെ ഇന്ദ്രപാലനും ടീമും ഇറങ്ങാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അടിയൊഴുക്ക് അതിശക്തമാണ് എന്നൊരു പ്രശ്നമുണ്ട്. ഏതായാലും ഇന്ന് നിർബന്ധമായും ഇറങ്ങിയിരിക്കും എന്നാണ് ഇന്ദ്രപാലൻ എന്നോട് പറഞ്ഞത്. ഏതായാലും ഇന്ന് അർജുനെ കണ്ടെത്തുകയും അതുപോലെ മറ്റ് 2 പേര് കൂടിയുണ്ട് കർണാടകയിലായിട്ടുള്ള, അവരെ കണ്ടെത്താൻ സാധിക്കും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. ശ്രീ MK രാഘവൻ, ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമായി നിൽക്കുന്ന സമയമാണ്. അതായത് നേരത്തെയൊക്കെ ഒന്ന് മഴ പെയ്തിരുന്നു, ഇപ്പോൾ അവിടെ മഴയില്ലാതെ മഴ മാറി നിൽക്കുന്ന ഒരു കാലാവസ്ഥയല്ലേ? അതെ 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 അതെ. നമുക്ക് സമയം മുന്നോട്ട് പോവുകയാണ്. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇപ്പോൾ റിപ്പോർട്ടറിലൂടെ നമ്മളോട് വന്ന് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് വൈകുന്നതെന്നാണ്. വൈകുന്ന അടിയൊഴുക്ക് ശക്തമാണ്, അതിശക്തമായ അടിയൊഴുക്ക്, അതിശക്തമാണ്. മഴ കൂടാതെ മഴ എന്തായാലും അവർ ഇറങ്ങുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് ഇന്ദ്രപാലൻ. അദ്ദേഹവും സംഘവും ഇപ്പോൾ പുഴയിലാണോ അതോ കരയിലാണോ? അവർ ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞു. പുഴയിലുണ്ട്. എന്തായാലും ഇന്ദ്രപാലൻ പറഞ്ഞത് എക്യുപ്മെന്റ് ആയി അവർ ഇറങ്ങും. ഈ ലൊക്കേറ്റ് ചെയ്ത ലോറിയുടെ ഇപ്പോൾ ഈ നദിയുടെ ഈ അപകടമുണ്ടായ ഭാഗത്തെ വീതി എന്ന് പറയുന്നത് 300 മീറ്ററാണ്. കരയിൽ നിന്ന് 20 മീറ്റർ മാറി 5 മീറ്റർ താഴ്ചയിലാണ് വാഹനം കിടക്കുന്നതെന്നാണ് ഇന്നലെ ലഭിച്ച നേവിയുടെ സോണാർ സിഗ്നലിൽ പറയുന്നത്. ഈ ഡ്രോൺ ഉപയോഗിച്ച് ആ ഏരിയ മുഴുവൻ സ്കാൻ ചെയ്യുന്നതിന് എത്ര സമയം എടുക്കുമെന്നാണ് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലൻ അങ്ങയോട് പറഞ്ഞത്? അതെ, ഇന്ദ്രപാലൻ ബാറ്ററി വന്നു, എക്യുപ്മെന്റ് എല്ലാം തയ്യാറായി പറഞ്ഞത്. അവര് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അദ്ദേഹവും സംഘവും ഇപ്പോൾ പുഴയിൽ തയ്യാറായി നിൽക്കുകയാണ്, പുഴയിലേക്ക് ഇറങ്ങാൻ തയ്യാറായി നിൽക്കുകയാണ്. അതെ അതെ അതെ. എങ്ങനെയായിരിക്കും ഈ പരിശോധന? അതേക്കുറിച്ച് എന്തെങ്കിലും അദ്ദേഹം പറഞ്ഞോ? കാരണം ബാറ്ററി വരുന്നതിനായി കാത്തിരിക്കുകയായിരുന്നു. ഒന്നും പറഞ്ഞില്ല. അപ്പോൾ നാവികസേനാ സംഘവും മുങ്ങൽ വിദഗ്ധരും ഒക്കെ നേരത്തെ തന്നെ ഡ്രോൺ എത്തുന്നതിന് മുൻപ് തന്നെ എല്ലാവരുമുണ്ട്. ആർമി ഉൾപ്പെടെ എല്ലാവരുമുണ്ട്. ഓക്കെ സർ, അപ്പോൾ അഡ്വാൻസ്ഡ് ഡ്രോൺ ബേസ്ഡ് ഇന്റലിജന്റ് അണ്ടർഗ്രൗണ്ട് ബറീഡ് ഒബ്ജക്ട് ഡിറ്റക്ടർ അത് ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയ്ക്കായി നമുക്കും കാത്തിരിക്കാം. ശരി.